നെൽവയലുകൾ നികത്തി ദേശീയപാതാ നിർമ്മാണം നടത്തുന്ന കണ്ണൂർ കീഴാറ്റൂരിൽ സമരം ചെയ്തവർ ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ ശരിവയ്ക്കുന്നതാണ് നിലവിലെ അവസ്ഥ. മണ്ണിട്ടുയർത്തി പാത നിർമ്മിക്കുന്നിടത്ത് വ്യാപകമായി മണ്ണിടിഞ്ഞു തുടങ്ങി. പാതയുടെ രണ്ട് വശങ്ങളിലുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞതോടെ മഴ ശക്തിപ്പെട്ടാൽ വീടുകളിൽ വെള്ളം കയറുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ വർക്ക് ചെയ്യുന്നത് അശാസ്ത്രീയമായിട്ടാണ്. വയലിനേക്കാളും താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ അണ്ടർപാസ് കൾവർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇടുന്ന വെള്ളം ഒഴുകി പോകാതെ അവസ്ഥ വന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ വലിയൊരു തോടുണ്ട്, ആ തോടിന് റിട്ടേൺ വരും വെള്ളം. അപ്പോൾ ഈ പ്രദേശത്ത് കംപ്ലീറ്റ് വെള്ളം നിറയും, ആ വീടുകളിലൊക്കെ കയറും. ഒരു ദിവസം മഴ കനത്തു പെയ്താൽ പാതയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ വെള്ളം കയറുമെന്നുറപ്പ്. വെള്ളത്തിന്റെ ഒഴുക്ക് സാധാരണ നിലയിൽ തുടരാനുള്ള സംവിധാനം DPRലുണ്ട്, നിർമ്മാണത്തിലില്ല. മണ്ണിട്ടുയർത്തി പാതാ നിർമ്മാണം തകൃതിയാണ്. മഴ തുടങ്ങിയപ്പോൾ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നതും തകൃതി. കൃഷിയിടത്തിൽ നിന്ന് ഏകദേശം 5 മീറ്ററോളം മണ്ണിട്ടുയർത്തിയാണ് ഇവിടെ പാതയുടെ നിർമ്മാണം നടത്തിവരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരൊറ്റ മഴയിൽ ഈ റോഡിനോട് ചേർന്ന ഭാഗത്ത് ഈ മണ്ണിട്ടുയർത്തിയ ഭാഗം താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ ഈ റോഡ് ഉൾപ്പെടുന്ന ഭാഗം താഴേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ണുട്ടി ഉയർത്തിയ ഭാഗം, ഈ മണ്ണ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വയലാണ്, തണ്ണീർത്തടാണ്, ഇവിടെ മുന്നേ പുഴയുണ്ടായ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇത്തരം ഒരു ശാസ്ത്രീയമല്ലാതെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ അന്നേ എല്ലാ പൊതുസമൂഹത്തെ അടക്കം അത് ഗവൺമെൻറ്റിനെ അടക്കം ബോധ്യപ്പെടുത്തിയതാണ്. അതിനെല്ലാം ഇവർ അട്ടിമറിച്ചുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ കൊണ്ടുവരണം. ചിലവരുടെ പിടിവാശി മൂലം ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ വർക്ക് നടത്തുന്നത്. കാരണം ഇങ്ങനെയല്ല ഈ വയലിൽ നടത്തേണ്ട വർക്കല്ല ഇവിടെ നടത്തുന്നത്. മണ്ണിനെ ബലപ്പെടുത്തി നിർത്താൻ ഉയരത്തിലുള്ള റീറ്റൈനിങ് വാളുകൾ DPRലുണ്ട്, അതും നിർമ്മാണത്തിലില്ല. കരാർ കമ്പനിക്ക് ലാഭം കൊയ്യാൻ തോന്നും പടിയുള്ള നിർമ്മാണമാണെന്ന ആക്ഷേപം ശക്തമാണ്. 24 കണ്ണൂർ.